രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ നിർണായക വിവരങ്ങൾ. യുവതിക്കെതിരെ കൂടുതൽ രേഖകളുമായി രാഹുൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയത് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ. നൽകിയത് ഗർഭചിത്രം പരാതിക്കാരിയുടെ ഇഷ്ടപ്രകാരമെന്ന് നടത്തിയതെന്ന് സ്ഥാപിക്കാനുള്ള രേഖകൾ. ബലാത്സംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന സമയങ്ങളിൽ യുവതി ഭർത്താവിനൊപ്പമാണ് താമസിച്ചിരുന്നതെന്നും രാഹുൽ. ബലാത്സംഗ കേസിൽ ജാമ്യഹർജി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്തെത്തിയത് രഹസ്യമായി. അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകിയെന്ന് വിവരം. മുൻകൂർ ജാമ്യഹർജി ബുധനാഴ്ച പരിഗണിക്കും. രാഹുലിന്റെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തുവെന്ന് വി.ഡി. സതീശൻ. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് രാഹുലിനെതിരെ കേസെടുത്തതെന്ന് ബി.ജെ.പി. ശബരിമലയിൽ മരണങ്ങളുണ്ടായാൽ മൃതദേഹം താഴെ എത്തിക്കാൻ ആംബുലൻസുകൾ ഉപയോഗിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ഇറക്കരുതെന്നും നിർദ്ദേശം. ദേവസ്വം ബെഞ്ച് ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മഞ്ഞുരുക്കം. നിയമസഭയുടെ ശീതകാല സമ്മേളനം തീരുന്നതുവരെ പരസ്യ വിഴുപ്പലക്കലുണ്ടാകില്ല. സമവായത്തിലെത്തിയത് ഡി.കെ. ശിവകുമാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ശിവകുമാറുമായി ഭിന്നതയെന്നത് ബി.ജെ.പി. പ്രചരണമെന്ന് സിദ്ധരാമയ്യ. ക്രിയാത്മക ചർച്ചയെന്ന് ശിവകുമാർ. ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുന്നു. തീരദേശവാസികൾക്ക് അതിജാഗ്രതാ മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം കൂടി. നിരവധി വിമാന സർവീസുകളും റദ്ദാക്കി. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ അടിയന്തരാവസ്ഥ. കനത്ത പ്രളയവും മണ്ണിടിച്ചിലും. മരണം 123 ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. മത്സരം റാഞ്ചിയിൽ. കെ.എൽ. രാഹുൽ നയിക്കുന്ന പരമ്പരയിൽ 3 മത്സരങ്ങൾ. ഇന്ത്യക്കെതിരെ ടെസ്റ്റ് പരമ്പര നേടിയ ആത്മവിശ്വാസത്തിൽ ദക്ഷിണാഫ്രിക്ക. രാഹുൽ വിഷയത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും എം.എൽ.എ. സ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാഹുലും ബി.ജെ.പി. അധ്യക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ല എന്നായിരുന്നു മന്ത്രി വി. ശിവൻകുട്ടിയുടെ പ്രതികരണം. രാഹുലിന്റെ വിഷയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണെന്ന് കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ്. എം.എൽ.എ. സ്ഥാനത്തിൽ തീരുമാനമെടുക്കേണ്ടത് രാഹുലാണെന്നും കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു. പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിക്കാർക്ക് നിലപാടില്ല. എം.എൽ.എ. സ്ഥാനം തീരുമാനിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. കോൺഗ്രസിനെ തകർക്കാൻ CPM ബി.ജെ.പി. ബാന്ധവം നിലനിൽക്കുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് രമേശ് ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസിനെയും UDF-നെയും തകർക്കാൻ പണ്ട് മുതൽ തന്നെ ബി.ജെ.പി. CPM അന്തർധാര വളരെ സജീവമാണ്. രാഹുൽ ചെയ്തത് മഹാ തെറ്റാണ് എന്നതിൽ തർക്കമില്ലെന്നും തെറ്റുപറ്റിയെങ്കിലും രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ട എന്നാണ് പറഞ്ഞതെന്നും കെ. സുധാകരൻ എം.പിയും കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാ തെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല. പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്. രാഹുലിനെതിരായ നടപടികളിൽ തന്റെ വ്യക്തിപരമായ അടുപ്പം പാർട്ടിയെ സ്വാധീനിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ എം.പിയും പ്രതികരിച്ചു. ഇവൻ എൻ്റെ വ്യക്തിപരമായ അടുപ്പമോ അടുപ്പക്കുറവോ ഒന്നും പാർട്ടിയുടെ ഈ തീരുമാനങ്ങളെ വേറൊരു തരത്തിലും സ്വാധീനിച്ച ഒരു കാര്യമോ ഘടകമോ അല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ആരോപിച്ചു. ഇത് സ്വർണ്ണക്കൊള്ള, ശബരിമലയിൽ നടന്ന സ്വർണ്ണ മോഷണം, കോട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. അതേസമയം രാഹുലും ബി.ജെ.പി. അധ്യക്ഷനും തമ്മിൽ ബന്ധമുണ്ടോ എന്നറിയില്ലെന്നും ഒരു വ്യക്തിയെക്കുറിച്ച് നന്നായി അറിയുന്നവർക്ക് ഇങ്ങനെ പറയാൻ കഴിയൂവെന്നും മന്ത്രി വി. ശിവൻകുട്ടിയും കോഴിക്കോട് പറഞ്ഞു. മാന്യതയുണ്ടെങ്കിൽ എം.എൽ.എ. സ്ഥാനവും രാജിവെച്ച് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ അനുവദിക്കണമെന്നുള്ളതാണ് പറയാറുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തലസ്ഥാനത്തുണ്ടെന്നാണ് സൂചന. ഇന്നലെ വൈകിട്ടോടെ തിരുവനന്തപുരം വഞ്ചിയൂരിൽ അഭിഭാഷകന്റെ ഓഫീസിൽ നേരിട്ടെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകിയെന്നാണ് വിവരം. യുവതിക്കെതിരെ കൂടുതൽ തെളിവുകളും രാഹുൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ്, ഈ രാഹുലിനായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കുമ്പോഴാണ് തലസ്ഥാനത്ത് രാഹുൽ എത്തിയെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് വൈകുന്നത്? അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അമ്പിളി
എന്തായാലും ബുധനാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാകാനുള്ള നീക്കം ഇല്ല എന്ന് തന്നെയാണ്. അതായത് അറസ്റ്റ് പരമാവധി വൈകിപ്പിക്കുന്നു. ബുധനാഴ്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഈ ഹർജി പരിഗണിക്കുന്നു. ഈ ഹർജി പരിഗണിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ ജാമ്യം ലഭിക്കുന്നതിനും മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനും അറസ്റ്റ് പരമാവധി വൈകിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എല്ലാ നീക്കവും തിരക്കിട്ട നീക്കവും തന്ത്രങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്ത് ക്യാമ്പ് ചെയ്ത് ഇതിന് നേതൃത്വം നൽകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാഹുലിൻ്റെ ഒരു പ്രധാന കുരുക്കെന്ന് പറയുന്നത് ഈ യുവതി വിവാഹം കഴിഞ്ഞു, ആദ്യ വിവാഹം നടന്നു, ആദ്യ വിവാഹത്തിന് ശേഷം വളരെ കുറച്ച് മാത്രമേ ഭർത്താവും ചോദിച്ചാൽ വളരെ ഒരാഴ്ച പോലും തികച്ച് ഭർത്താവ് ഒന്നിച്ച് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം ഒരു മാസത്തിന് വിവാഹബന്ധം വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതങ്ങനെ ആയിരുന്നില്ല എന്നാണ് രാഹുൽ പറയുന്നത് ഗർഭിണിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഒപ്പമുണ്ടായിരുന്ന ഭർത്താവാണ് എന്ന് തെളിയിക്കുന്നു. ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, കാരണം അതാണ് ഏറ്റവും പ്രധാനമായും രാഹുലിൻ്റെ നേരെയുള്ള കുരുക്ക്. കാരണം യുവതി ഗർഭിണിയായതും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാണ്, മാത്രമല്ല താൻ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി. ഇതാണ് രാഹുൽ ഒരിക്കലും മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇത് രണ്ടുമാണ്. അവിടെ ആ വകുപ്പുകൾ ഖണ്ഡിക്കുന്നതിന് വേണ്ടിയുള്ള രേഖയാണ് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. അതായത് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ യുവതി ഭർത്താവും ഒന്നിച്ചുണ്ടായിരുന്നു എന്നതിൻ്റെ രേഖകൾ, ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഈ രേഖകൾ ബുധനാഴ്ച പരിശോധിച്ച് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഈ രേഖകൾ പരിശോധിച്ച് അത് കൃത്യമാണ്, അതിൽ വ്യക്തതയുണ്ടെങ്കിൽ ഉറപ്പായും രാഹുലിന് ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം യുവതി നൽകിയ തെളിവുകളൊക്കെ തന്നെ വളരെ കൃത്യമാണ്, വളരെ ഗുരുതരമായ എവിഡൻറ്റുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയിരിക്കുന്നത്. അതായത് ഇവരുടെ വാട്സപ്പ് ചാറ്റുകൾ എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി ഈ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ കൃത്യ ശബ്ദരേഖയും അതിൻ്റെ വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ നൽകിയത്. അതിൻ്റെ ആധികാരികത പരിശോധിച്ച ശേഷം അത് കൃത്യമാണെന്ന് തെളിയുകയാണെങ്കിൽ ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും അടയുകയാണ്. പക്ഷേ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ തെളിവുകളും രേഖകളും രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ വഴി കോടതിയെ സമർപ്പിക്കുകയാണ്. ശരി, ആൻഫി ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം ബലാത്സംഗ കേസ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് കോൺഗ്രസ് മുഖപത്രം വീക്ഷണം എഡിറ്റോറിയൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയാണ് മുഖപത്രം. CPM-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് മുഖപ്രസംഗമായ വീക്ഷണം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചാണ് മുഖപ്രസംഗത്തിൽ ലേഖനമുള്ളത്. രാഹുലിനെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും മുഖപത്രം പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF-നെയും BJP-യെയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു രാഹുൽ ചെയ്ത കുറ്റമെന്നും കോൺഗ്രസ് പത്രം വാദിക്കുന്നു. രാഹുലിന്റെ തലമുറയിൽപ്പെട്ട ഒരുപറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നുവരുന്നത് CPM-ന് ഭീതി പടർത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ സർഗാത്മകതയും പ്രതിജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് CPM-നെ ഗോത്രഹത്യയിലേക്ക് എടുത്തെറിയുമെന്ന് CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യകളിൽ തളരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം അവസാനിക്കുന്നത്. അതേസമയം പത്രത്തിന് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ പറഞ്ഞു. പക്ഷേ പാർട്ടി നയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ലെന്നും അങ്ങനെ ഉണ്ടായെങ്കിൽ തിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് CPM-നെ കുറിച്ചാണെന്നും മുരളീധരൻ പറഞ്ഞു. പത്രത്തിന് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം പാർട്ടി എപ്പോഴും നൽകിയിട്ടുണ്ട്. പത്രത്തിന്റെ മേലെ പാർട്ടി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് എഴുതാനും പാടില്ല. അങ്ങനെ എഴുതിയാൽ തിരുത്തേണ്ട സ്ഥലത്ത് പാർട്ടി തിരുത്തും. ഇവിടെ പാവം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞത് CPM-നെയും LDF-നെയും ഉദ്ദേശിച്ചിട്ടാണ്. ലൈംഗിക പീഡന ആരോപണത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. VD സതീശനും K. മുരളീധരനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് സംരക്ഷണ കവചമൊരുക്കിക്കൊണ്ടുള്ള പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തെ തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുള്ള മുഖപ്രസംഗത്തെക്കുറിച്ച് അത് എഴുതിയവരോട് ചോദിക്കണമെന്ന് VD സതീശൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടി കൂട്ടായ തീരുമാനമാണ്. KPCC പ്രസിഡന്റ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാഹുൽ വിഷയം വീണ്ടും CPM ഉന്നയിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും VD സതീശൻ പറഞ്ഞു. പറയാനില്ല ഈ വിഷയത്തിൽ. കാരണം ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു. ഈ വിഷയം ഉണ്ടായിരുന്നല്ലോ, ഈ വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന് ശബരിമലയിലെ കൊള്ള ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രം ആര് സ്വീകരിച്ചാലും ആ കിണിയിൽ ഞങ്ങൾ വീഴില്ല. പിന്നെ ഞാൻ നേരത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്നും ചെറുവിരലനക്കാതെ
അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന CPM-കാർക്ക് ഇത് ചോദിക്കാനുള്ള ഒരു ധാർമ്മികതയില്ല. കോൺഗ്രസ് ആണ് അഭിമാനത്തോടുകൂടി നിൽക്കുന്നത്. കോൺഗ്രസ് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങളുടെ പാർട്ടി, എനിക്ക് അഭിമാനമുണ്ട്, നമ്മളുടെ പ്രസ്ഥാനം നടപടി സ്വീകരിച്ചിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ഞങ്ങളല്ല പ്രതിക്കൂട്ടിൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇന്നും എതിർപ്പ് ആവർത്തിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിനെ കോൺഗ്രസും CPM-ഉം എതിർത്തു. SIR-ൽ ഭീതി ആവശ്യമില്ലെന്ന് BJP. അർഹതപ്പെട്ട എല്ലാവരും പട്ടികയിൽ ഉൾപ്പെടുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. SIR-ൽ ആശങ്ക കുറയുകയല്ല വർദ്ധിക്കുകയാണെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വിളിച്ച അവലോകന യോഗത്തിൽ CPM പ്രതിനിധി M. വിജയകുമാർ പറഞ്ഞു. സമയപരിധി നീട്ടണമെന്ന് CPI കോൺഗ്രസ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ അർഹതയുള്ളവർക്ക് വോട്ടവകാശം നിഷേധിക്കില്ലെന്നും SIR-ൽ ഇത്രയും ഭീതിയുടെ ആവശ്യമില്ലെന്നുമാണ് BJP പ്രതിനിധി J. പത്മകുമാർ അഭിപ്രായപ്പെട്ടത്. SIR-ൽ ആശങ്കയില്ലെന്നും ഇതുവരെ 75% ഡാറ്റകൾ ഡിജിറ്റലൈസ് ചെയ്യാൻ സാധിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ യോഗത്തെ അറിയിച്ചു. നാളെയോടെ 95% പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അർഹതപ്പെട്ട ആരെയും ഒഴിവാക്കില്ലെന്നും ആശങ്കയുള്ളവരുടെ പട്ടിക നൽകിയാൽ അവരെ കമ്മീഷൻ സഹായിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇപ്പോൾ നിലവിൽ എവിടെയാണ് വോട്ടർ ഉള്ളത് അത് മാത്രമാണ് നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. പുതിയ ആൾ പിന്നീട് നമ്മൾ എടുക്കും. 9-ാം തീയതി ഡ്രാഫ്റ്റ് റോളിൽ വരുമ്പോൾ നിലവിലുള്ള വോട്ടേഴ്സ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. 2.78 കോടി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ പിന്നീട് ഫൈനൽ റോളിൽ വരും. SIR ഫോം വിതരണത്തിലും ഡിജിറ്റലൈസേഷനും ഇനി 5 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റവന്യൂ അവകാശങ്ങൾക്കായി മുനമ്പത്തെ ജനങ്ങൾ നടത്തിവന്ന നിരാഹാര സമരം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചു. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ ഭൂനികുതി അടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു വിഭാഗം രംഗത്തെത്തി. ഏതാനും ചിലരുടെ താൽപര്യമാണ് സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് ആരോപണം. കേസിൽ അന്തിമവിധി വരും വരെ കരമടക്കാമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനം. മന്ത്രി P. രാജീവുമായി ഭൂസംരക്ഷണ സമിതി പ്രവർത്തകർ ചർച്ച നടത്തിയിരുന്നു. മുനമ്പത്തെ കുടുംബങ്ങൾക്ക് കരമടക്കുകയും പോക്കുവരവ് ചെയ്യുന്നതിനുമായി കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിൽ ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് 2:30 മുനമ്പം വേളാങ്കണ്ണിപ്പള്ളി മുറ്റത്തെ സമരപ്പന്തലിലെത്തുന്ന മന്ത്രി P. രാജീവ് സമരം ചെയ്യുന്നവർക്ക് നാരങ്ങ നീര് നൽകിയാണ് സമരം അവസാനിപ്പിക്കുന്നത്. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ എതിർപ്പുമായി ഒരു വിഭാഗം രംഗത്തെത്തി. സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം 5 പേർ ചേർന്ന് എടുത്തതാണ്. കരമടക്കുക മാത്രമല്ല, റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. മുനമ്പം സമരസമിതി എന്ന പേരിൽ നാളെ മുതൽ എതിർചേരിയിലുള്ളവർ സമരം ആരംഭിക്കും. മുനമ്പം പള്ളിക്ക് പുറത്താണ് സമരസമിതി സമരം നടത്തുക. അമൃത ന്യൂസ്, കൊച്ചി. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മഞ്ഞുരുക്കം. DK ശിവകുമാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് സമവായമുണ്ടായത്. ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയത്. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഇന്ന് കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഊഹാപോഹങ്ങളും ചർച്ചകളും നിലനിൽക്കുന്ന സാഹചര്യത്തിലെ കൂടിക്കാഴ്ച ഏറെ ശ്രദ്ധേയമായി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടു. DK ശിവകുമാറുമായി തനിക്ക് യാതൊരു ശത്രുതയുമില്ലെന്നും ഭിന്നതയെന്നത് BJP പ്രചരണമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. ഹൈക്കമാൻഡ് ഞങ്ങളെ രണ്ടുപേരെയും വിളിപ്പിച്ചു. അതുകൊണ്ടാണ് ചർച്ച നടത്താനായി ശിവകുമാറിനെ പ്രഭാതഭക്ഷണത്തിനായി ക്ഷണിച്ചത്. ഹൈക്കമാൻഡ് എന്തു പറഞ്ഞാലും താൻ അംഗീകരിക്കുമെന്നും തന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. തങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും ഇരുവരും പറഞ്ഞു. അങ്ങനെ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള അധികാര പങ്കിടൽ കരാർ തർക്കത്തിന് തൽക്കാലത്തേക്ക് പരിഹാരമായി എന്ന് വേണം കരുതാൻ. പക്ഷേ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ നടക്കുന്ന പാർട്ടിയുടെ ഗ്രൂപ്പ് യോഗത്തിന് ശേഷം കേന്ദ്ര നേതാക്കളുമായി അധികാര പങ്കിടൽ കരാർ വീണ്ടും ചർച്ച ചെയ്യാനും സാധ്യത കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ശ്രീലങ്കയിൽ ഡിറ്റ്വ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരണം 100 കടന്നു. നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെ 20 ജില്ലകളിലെ 2 ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ ശ്രീലങ്കയ്ക്ക് 12 ടൺ അവശ്യ സഹായം എത്തിച്ചു.
ശ്രീലങ്കയിൽ ആളപായത്തിനൊപ്പം കനത്ത നാശനഷ്ടമാണ് ചുഴലിക്കാറ്റിലുണ്ടായത്. ബദുള്ള, നുവാരയിലിയ മേഖലകളിലായി നിരവധി പേരെ കാണാതായിട്ടുണ്ട്. 4000-ലധികം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും 700-ലധികം വീടുകൾ തകർന്നെന്നുമാണ് കണക്കുകൾ. റെയിൽവേ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 50,000-ഓളം പേരെ താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെലനി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയഭീതിയിലാണ്. നാശനഷ്ടം കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിടും. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചു. ശ്രീലങ്കയ്ക്ക് കൈത്താങ്ങായി ഓപ്പറേഷൻ സാഗർബന്ധുവിന്റെ ഭാഗമായി 16 ടൺ അവശ്യവസ്തുക്കൾ ഇന്ത്യ എത്തിച്ചു നൽകി. ദുരിതബാധിതർക്കായി ടെന്റുകൾ, ടാർപോളിനുകൾ, പുതപ്പുകൾ, ശുചിത്വ കിറ്റുകൾ, റെഡി ടു ഈറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയാണ് വിമാനം വഴി എത്തിച്ചു നൽകിയത്. ചുഴലിക്കാറ്റ് രൂപപ്പെട്ടതോടെ തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തീരദേശ ജില്ലകളിലും പുതുച്ചേരിയിലുമാണ് റെഡ് അലർട്ട്. കടലൂർ, മയിലാടുംതുറൈ, വിഴുപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലും പുതുച്ചേരിയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിഷൻ 2025 കോൺഗ്രസ് 2024 പ്രഖ്യാപിച്ച ദൗത്യമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. തിരഞ്ഞെടുപ്പ് മുൻനിർത്തി മികച്ച പ്രവർത്തനങ്ങൾ നടത്തി കോൺഗ്രസിലും UDF-ലുമുള്ള ഐക്യം പ്രതീക്ഷ നൽകുന്നു. 2 തരം വിഷയങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. CPM സർക്കാരിന്റെ തെറ്റായ നയങ്ങളും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുമാണ് UDF ജനങ്ങളോട് പറയുന്നതെന്നും സണ്ണി ജോസഫ് തൃശൂരിൽ നടന്ന മീഡിയ പ്രസിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി ഇത്തവണ മിഷൻ 2025 കോൺഗ്രസ് 2024 തന്നെ പ്രഖ്യാപിച്ചൊരു ദൗത്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ, പുതിയ വാർഡ് വിഭജനത്തിൻ്റെ അതിരുകളുടെ മാറ്റത്തിനനുസരിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. വാർഡുകളിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ നടത്തി. പിന്നീട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി. കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിക്കുന്ന ലഘുലേഖ വീടുകളിലെത്തിച്ചു. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവശ്യത്തിന് ചെലവിനാവശ്യമായ ചെറിയ തുകകളും വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഭവനങ്ങൾ സന്ദർശിച്ച് സമാഹരിച്ചിട്ടുണ്ട്. വോട്ടർമാർക്കിടയിൽ തെയ്യ ചിലമ്പൊലി തീർക്കുന്ന CPM സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. വടക്കേ മലബാറിലെ പ്രമുഖ തെയ്യക്കോലധാരിയായ സുരേഷ് ബാബു അഞ്ഞൂറ്റാൻ ക്ഷേത്രങ്ങളിലെ തെയ്യത്തിരക്കുകൾക്കിടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെയും തിരക്കിലാണ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ CPM സ്ഥാനാർത്ഥിയാണ് PV സുരേഷ് ബാബു. ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന LDF സ്ഥാനാർത്ഥിയായ കോലധാരി തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ജനങ്ങളുടെ അനുഗ്രഹം തേടുകയാണ്. അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്ക് ചില സാങ്കേതിക തകരാറുകൾ കാരണം ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താം. മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെട്ടതായി കോൺഗ്രസ്. കിഴക്കമ്പലത്ത് 19 കോടി 14 ലക്ഷം രൂപയാണ് നഷ്ടമായതെന്ന് ബെന്നി ബെഹനാൻ. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളെ പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് തുകയായി 2020 തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. 2020 ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നിഷ്ക്രിയത്വം കൊണ്ട് കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയി എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 10 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടും കോൺഗ്രസ് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. കിഴക്കമ്പലം പഞ്ചായത്തിൽ 10 വർഷം കൊണ്ട് 19.14 കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത്. കുന്നത്തുനാട് പഞ്ചായത്തിൽ 5 വർഷം കൊണ്ട് 8.9 കോടി രൂപ നഷ്ടമായി. മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷം കൊണ്ട് വിവിധ പദ്ധതികൾക്കായി ചെലവാക്കേണ്ടിയിരുന്ന 13 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു. സമാന രീതിയിൽ ഐക്കരനാട് ഗ്രാമപഞ്ചായത്തിൽ നഷ്ടമായത് 2.5 കോടി രൂപയാണ്. 4 വർഷം കൊണ്ടാണ് ഇതെന്നും ബെന്നി ബെഹനാൻ MP വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളെ പഞ്ചായത്തിന്റെ നീക്കിയിരിപ്പ് തുകയായി 2020 തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു.
സമയബന്ധിതമായി ചെലവഴിക്കാത്ത കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ പഞ്ചായത്തിൽ നീക്കിയിരിപ്പ് തുകയായിട്ടാണ് 2020 കാണിച്ചിട്ടുള്ളത്. അവർ ചെലവാക്കിയിട്ടില്ല, കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല. 44-45 കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോഴും അവിടെ ഓൺഗോയിങ് പദ്ധതിയായിട്ട് നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഒന്ന് ലാപ്സാക്കി കളഞ്ഞു. ഇനി ലാപ്സാക്കി കളയുക മാത്രമല്ല, നമ്മുടെ തനത് ഫണ്ടിൽ നിന്നും ഓൺഗോയിങ് പദ്ധതിയിലേക്ക് കൊടുക്കേണ്ട തുക പോലും കൊടുക്കാതെ ഇത് പ്രോഫിറ്റായിട്ട് കാണിക്കുക. വിവിധ പദ്ധതികൾ പാതി വഴിയിലാണ്. തനത് ഫണ്ട് ഇതിനായി ഉപയോഗിക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാനാണ് കോൺഗ്രസിന്റെ ശ്രമം. അമൃത ന്യൂസ്, കൊച്ചി. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക ധാരണ മാത്രമാണെന്നും സംസ്ഥാന തലത്തിൽ സഖ്യമുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മദനിക്ക് വേണ്ടി 3 മണിക്കൂർ കാത്തിരുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. താൻ BJP നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി UDFിൻ്റെ ഭാഗവുമല്ല, ഞങ്ങൾ അവരെ ചേർത്തിട്ടുമില്ല. അങ്ങനെ ഒരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടില്ല. എവിടെങ്കിലും പ്രാദേശിക അടിസ്ഥാനത്തിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുണ്ടാകാം. പക്ഷേ ഈ പറയുന്ന ആളുകൾ എത്ര കാലം ജമാഅത്തെ ഇസ്ലാമി, പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് കോഴിക്കോട് വന്ന് അദ്ദേഹത്തെ കണ്ടതും മദനിക്ക് വേണ്ടി 3 മണിക്കൂർ കാത്തിരുന്നതും, അതോടൊപ്പം തന്നെ ഇവിടെ ഇതെല്ലാം ആളുകൾ മറന്നിട്ടില്ല. ഞങ്ങൾ SDPIയുടെ വോട്ട് വാങ്ങിച്ച് തലശ്ശേരിയിൽ കോടിയേരി ജയിച്ചതും ഒന്നും ആരും മറന്നിട്ടില്ല. അപ്പം ഞങ്ങൾ പരിശുദ്ധരാണ്, മറ്റുള്ളവരെല്ലാം കുറ്റക്കാരാണെന്ന് പറയുന്നതുകൊണ്ട് ഞങ്ങൾ യോജിപ്പില്ല. ശബരിമലയിൽ ഇനി ദീപാരാധനയുടെ സമയമാണ്. അല്പസമയത്തിനകം തന്നെ ദീപാരാധന ആരംഭിക്കും. ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു പ്രത്യേക നിർദ്ദേശവും ഉണ്ടായിരുന്നു. ശബരിമലയിൽ മരണങ്ങളുണ്ടായാൽ മൃതദേഹം താഴെ എത്തിക്കാൻ ആംബുലൻസുകൾ ഉപയോഗിക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹങ്ങൾ സ്ട്രെച്ചറിൽ ഇറക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. അസുഖബാധിതരായവരെ താഴെ ഇറക്കാൻ നേരത്തെ തന്നെ ആംബുലൻസ് സംവിധാനവും ഉണ്ടായിരുന്നു. ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. ശബരിമലയിലേക്ക് തീർത്ഥാടകർ മുകളിലേക്ക് കയറുമ്പോൾ അതിന് തൊട്ടടുത്ത് കൂടി മൃതദേഹങ്ങൾ താഴെ ഇറക്കുന്നത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. കാസർഗോഡ് ചിറ്റാരിക്കാലിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് വൻ കുഴിയിലേക്ക് മറിഞ്ഞ് ഒരു മരണം. 40ഓളം പേർക്ക് പരിക്കേറ്റു. മൈസൂർ KR നഗറിലെ ഹരീഷാണ് മരിച്ചത്. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കാറ്റാൻകവലയിൽ എത്തിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തി പരിക്കേറ്റ തീർത്ഥാടകരെ ആശുപത്രികളിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇനി ശബരിമല സന്നിധാനത്തേക്കാണ്. അല്പസമയത്തിനകം തന്നെ ദീപാരാധന കാണാം. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.
ശബരിമല സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ശബരിമലയിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. ദീപാരാധനയുടെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയ്ക്ക് നാളെ റാഞ്ചിയിൽ തുടക്കം. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ KL രാഹുലാണ് ക്യാപ്റ്റൻ. മുതിർന്ന താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിന്റെ ഭാഗമാണ്. ഗില്ലിന് പകരം ഓപ്പണിംഗിൽ രോഹിത്തിന്റെ പങ്കാളിയായി യശസ്വി ജയ്സ്വാൾ കളിക്കും. ഋതുരാജ് ഗെയ്ക്വാദും രംഗത്തുണ്ട്. ടെംബേബൌമയാണ് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ. ക്വിന്റൻ ഇക്കോക്കും ടീമിലുണ്ട്. രണ്ടാം മത്സരം ഡിസംബർ 3-നും മൂന്നാമത്തേത് 6-നുമാണ് നടക്കുന്നത്.